നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് എത്തി നിൽക്കുന്നത് നാളെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാർ, നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇരു മുന്നണികളിലും ന്യൂനപക്ഷങ്ങൾക്ക്, മത ന്യൂനപക്ഷങ്ങൾക്ക് UDF, LDF, BJP ഇവർ വേണ്ടത്ര പ്രാധാന്യം നൽകിയോ അല്ലെങ്കിൽ നൽകി എന്ന് സാറിന് തോന്നുന്നുണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതൽ സ്ഥാനാർത്ഥി നിർണയം എത്രയോ കാലമായി നമ്മുടെ സ്ഥാനാർത്ഥി ജാതിയും മതവും നോക്കിയാണ്. അതിന് ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നുമില്ല. ഭൂരിപക്ഷമുള്ളിടത്ത് നിർണായകമായ വോട്ടുള്ളിടത്ത് അവർ നോക്കും. അതിൽ തന്നെ നായർ വേണോ ഈഴവം വേണോ അതൊക്കെ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ എല്ലാ പാർട്ടികളും ജാതി മത പരിഗണനകൾ എന്നും കേരള രാഷ്ട്രീയത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമേ അല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴേ ജാതിയും മതവും കുറച്ചുകൂടെ പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല വലിയ അടിസ്ഥാനപരമായ BJP മാത്രമല്ല, ഈ രണ്ട് മുന്നണിയിലും വളരെയധികം പ്രകടമായി. അല്ല, എല്ലായിടത്തും BJP മാത്രമായ ഒരു പോളിസി ഇല്ല കാര്യത്തിൽ. അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും BJP. ഇപ്പം ഉദാഹരണത്തിന് സ്വാതന്ത്ര്യം കിട്ടി ആദ്യം നമ്മുടെ 56 ആദ്യമായി ഐക്യ കേരളം വന്നു. 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ EMS വന്നു. ആ ഒരു ഗവൺമെൻറ് ഒറ്റയ്ക്ക് ഒരു കൂട്ടുകക്ഷി ഇല്ലാതെ മുന്നണിയില്ലാതെ ഭരിച്ചൊരു ഗവൺമെൻറ്റാണത്. അതിനകത്ത് ജാതി മതവും ഇല്ലായിരുന്നു 57 ഗവൺമെൻറ്. പക്ഷെ 57 ഗവൺമെൻറ് പോയതിനു ശേഷം പിന്നീട് ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്നത് 67-ലാണ്. 67 EMS ഗവൺമെൻറ് സമയത്താണ് മലപ്പുറം ജില്ല കൊടുക്കുന്നത്. അതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ജില്ലയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ മതത്തിൻ്റെ സ്വാധീന ശക്തി ഉറപ്പിച്ചെടുത്ത ഒരു സംഭവമായിരുന്നു ഈ മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ല കിട്ടിയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്നുള്ളതല്ല. മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡിന്, ജില്ല വേണം എന്നുള്ള ഡിമാൻഡിന് മാർക്സിസ്റ്റ് പാർട്ടി വഴങ്ങിയതോടുകൂടി ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് വിലപേശാൻ കഴിയും. അങ്ങനെ വിലപേശിയാൽ അതെ എന്തും നേടിയെടുക്കാൻ CPM തന്നെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം ഉമ്മൻചാണ്ടിയുടെ സമയത്തേക്ക് വന്നപ്പോൾ 5ാമത്തെ മന്ത്രി വന്നില്ലേ? അത് നമ്മൾ അതിൽ ചർച്ചയിലേക്ക് വരികയാണ് സാർ. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴേ സാർ, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞൊരു കഥയാണ്. പോട്ടെ, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരാം, കഴിഞ്ഞൊരു കഥയാണ്. പക്ഷേ ഒരു UDF മന്ത്രിസഭയുടെ കാലത്ത് സാർ പറഞ്ഞ പോലെ 5ാമത്തെ മന്ത്രി വരെ ലീഗിന് കൊടുത്തു. ലീഗ് 5ാം മന്ത്രിസ്ഥാനം വരെ കിട്ടി. അപ്പോൾ UDF ഭരണകാലത്ത് കിട്ടിയ ക്രിസ്ത്യൻ മുസ്ലിം മെജോറിറ്റിക്കുള്ള പ്രാധാന്യം ഇപ്പോൾ ഈ LDF ഭരണകാലത്ത് വന്നിട്ടുണ്ടോ? അല്ല, LDF വ്യത്യസ്തമായ രീതിയിലാണ് ഈ മതപ്രീണനം നടത്തുന്നത്. അവർ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കുമ്പോൾ നേരിട്ട് തന്നെ മതസംഘടനകളെ കൂട്ടുപിടിക്കുകയാണ് CPM ചെയ്യുന്നത്. അതെ, സമസ്ത രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സംശയിക്കേണ്ട കാര്യമല്ല, അതെല്ലാം പൊളിറ്റിക്കലാണ്. അതിൻ്റെ പിന്നിലെല്ലാം പൊളിറ്റിക്സ് അല്ലേ ഉള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അപകടകരമായ തീവ്രവാദം നിലനിൽക്കുന്നത് ഒന്ന് പോപ്പുലർ ഫ്രണ്ടിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ ഗവൺമെൻറ് നിരോധിച്ചു, അത് പോയി. ഇപ്പോൾ SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണ്. പക്ഷെ ഒരിക്കലും ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയല്ല. ലീഗ് ഒരു ജനാധിപത്യ പാർട്ടി തന്നെയാണ്. അതിൻ്റെ അവർക്ക് തീവ്രവാദത്തിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ മതപരമായ താല്പര്യങ്ങൾക്ക് അവരുടെ അജണ്ടയ്ക്ക് വഴങ്ങി കൊടുത്തുകൊണ്ടാണല്ലോ 5ാമത്തെ മന്ത്രി വന്നത്. അതേസമയം CPM എന്താ ചെയ്തത്? അഹമ്മദ് ദേവർകോവിൽ എന്ന് പറഞ്ഞൊരു മന്ത്രി വന്നു. അത് INL-ൻ്റെയാണ്. ഈ INL എങ്ങനെയാണ് ഉണ്ടായത്? മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ എന്ന് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കലാപം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ലീഗ് നേതൃത്വത്തിനെയും പാണക്കാട് തങ്ങളെയും തള്ളി പറഞ്ഞിട്ട് പോകുന്നവരാണ്. അതിതീവ്രവാദികളാണ്. ഡൽഹി ക്യാബിനറ്റിൽ ഇരുത്തിയിരുന്നു. അതിനകത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സാർ, ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഈ വർഗീയ കാർഡ് കളിച്ച് ഇങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്നുമല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇതല്ല സാർ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ വന്ന് ധ്യാനമിരിക്കുന്നത്, അദ്ദേഹം എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു ഭയങ്കരമായ ഞാൻ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, അദ്ദേഹം ഇരുന്നതിൽ ഒരു വൻ രാഷ്ട്രീയത്തിൻ്റെ ഒളിച്ചിരിപ്പ് ഉണ്ടോ ഇല്ലയോ? സാറിനെ പോലെ ഒരു അധ്യാപകൻ ഇത് പറയണം. അല്ല, തീർച്ചയായിട്ടും നരേന്ദ്രമോദി, അതാണ് ഈ ചർച്ചയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അല്ല, നരേന്ദ്രമോദി BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം തന്നെ
ഹിന്ദുത്വമാണ്. ഹിന്ദുത്വം ഒരു നാഷണൽ പൊളിറ്റിക്സ് ആണ് അവർ പറയുന്നത്. അല്ലെ, ഹിന്ദു മതവും ഹിന്ദുത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിന്ദു മതം ഒരു വിശ്വാസത്തിന്റെ പേരാണ്, പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ. ഹിന്ദുത്വത്തിനെ അവര് ഒരു മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമായിട്ടൊന്നും അല്ല കാണുന്നത്. അതൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് മാത്രമാണ്. 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചപ്പോഴേ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കുഴപ്പം? അവരുടെ വിശ്വാസത്തിന് ഇങ്ങോട്ട് വന്നല്ലോ. മുസ്ലിമിന് എന്താ പ്രശ്നം? PDP ആയിട്ട് അവര് അധികാരം പങ്കിട്ടില്ല ജമ്മു കാശ്മീരിൽ. ഇതിലെല്ലാവരെയായിട്ട് യു പിയിലെ മുസ്ലിം സ്ത്രീകൾ പിന്നെ BJP വോട്ട് ചെയ്തത്, മുത്തലാഖ് നിരോധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥി ഇരിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണ്ടേ? അപ്പം അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ല. ഈ മതപരമായ കാര്യം പറഞ്ഞ് ഇതിനെ വഷളാക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റു സ്ഥലങ്ങളിലൊന്നും ഇല്ല ഇവിടെ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് 19 തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേദാർനാഥിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഗുഹയിൽ പിന്നെ ധ്യാനത്തിലിരിക്കാനായിട്ട് പോയി. അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹം തിരിച്ചിപ്പം വിവേകാനന്ദ പാറയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അതിന് 2 കാര്യമുണ്ട്. അതിനൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലെ കൗബെൽറ്റിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു ബ്രാഹ്മണിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പാർട്ടി, അത് സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ BJP ഇന്ത്യ മുഴുവൻ BJP ആയല്ലോ, അല്ലെങ്കിൽ BJPയുടെ ആ ഒരു സാന്നിധ്യമായി. ഏറെയും കുറഞ്ഞും തോറ്റും ജയിച്ചൊക്കെ ഇരിക്കും. എങ്കിൽ പോലും ഈ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം വന്ന് ധ്യാനം ഇരിക്കാൻ വരുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പിലെ വലിയ സ്വാധീനം നടത്തും ഈ പിന്നെ മോദിയുടെ ഈ വിവേകാനന്ദ റോക്കിലേക്കുള്ള വരവ്. അതാണ് കോൺഗ്രസിനെ അലോസരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ബംഗാളികൾക്ക് ദീപം തിരിച്ചറിഞ്ഞിട്ട് എന്തായിരിക്കുന്ന കാര്യം? ബംഗാളിൽ അവരില്ലല്ലോ, 0 ബംഗാളിലെ 60% വോട്ട് ബംഗാൾ നിയമസഭയിലെ ഇന്ന് അവിടെ ചെന്നാൽ 0. ഒരു MLA ഇല്ല. 33-34 വർഷം ബംഗാൾ ഭരിച്ച പാർട്ടിക്ക് ഒരു MLA അവിടെ എടുക്കാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പം ബംഗാൾ എന്നും പറഞ്ഞാൽ ബംഗാളിലെ ഒരു പ്രത്യേകത, ബംഗാളിക്ക് വലിയൊരു നമുക്ക് നാഷണലിസത്തിന് ഇന്ത്യൻ ദേശീയതയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ബംഗാളികളാണ്. പക്ഷെ ഒരു ബംഗാളികൾക്ക് ബംഗാളിയുടെ ഒരു സ്വത്വബോധമുണ്ട്. അത് ജാതിക്കും മതത്തിനും അതീതമാണ്. അതിനെയാണ് ബംഗാളി ഭദ്രലോകം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പ് അവിടാണ്. സാംസ്കാരിക നായകന്മാരാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു എച്ചിൽ കൊടുത്താൽ തന്നെ ഇവിടുത്തെ സാംസ്കാരിക നായകരെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ നിൽക്കുന്നത് ഉദാഹരണത്തിന് ബംഗാളിയുടെ സ്പിരിച്വൽ ലീഡർ, ഇന്ത്യൻ ആത്മീയതയിലെ അവർ കാണുന്ന ഏറ്റവും വലിയ നേതാവ് വിവേകാനന്ദനാണ്. ബംഗാളി സാഹിത്യം ലോക സാഹിത്യത്തിനടുത്ത് നിൽക്കുകയാണ്. നോബൽ സമ്മാനം കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ബംഗാളി പൊളിറ്റിക്സ് അതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. തീർച്ചയായിട്ടും. അപ്പം സുഭാഷ് ചന്ദ്രബോസിൻ്റെ അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിവേകാനന്ദൻ നാടാണ് ബംഗാൾ. അപ്പോൾ വിവേകാനന്ദൻ്റെ സാന്നിധ്യമുള്ള വിവേകാനന്ദൻ തപസ്സനുഷ്ഠിച്ച വിവേകാനന്ദ പാറയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്ന് അവിടെ ധ്യാനമിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗാളി ഭദ്രലോക് തന്നെ അവിടെ ഒരു മാറ്റം വരികയാണ്. അത് ആ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് മോദി അവിടെ പോയെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം അതിനകത്തൊരു ഒരുപക്ഷെ ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടാവും. അതിന് തർക്കമുള്ള അനുകൂലമായ ഒരു തരംഗം തന്നെ ആയിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തൊന്നും ഇതൊന്നൊക്കെ പറഞ്ഞ് അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. അദ്ദേഹം അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ അവിടെ പോയത് തന്നെയാണ്. അങ്ങനെ ഒരു 1994 അദ്ദേഹം ഇതിനു മുമ്പ് വന്നെന്ന് പറയുന്നു സാർ. 2014 അദ്ദേഹം ഇവിടെ വന്നെന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം വന്നത് അന്ന് മുരളി മനോഹർ ജോഷിയുടെ കൂടെയാണ് അന്ന് വന്നിട്ട് പോയത്. അതിനുശേഷമാണ് താൻ പ്രധാനമന്ത്രി ആയ ശേഷം ഇവിടെ വന്നത്. പക്ഷെ ഈ ഇരിപ്പിൽ അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ട് എന്ന് പൂർണ്ണമായും മറ്റു രാഷ്ട്രീയ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. അതിലൊന്നും ആയിരിക്കാം അല്ലെ സാർ? അല്ല, അവരെ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ വരവ് ബംഗാളി വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അവരുടെ മാത്രം ആയിരിക്കും. അതൊരു കാരണമായിരിക്കാം. അല്ല, അത് നിസ്സാരമായൊരു കാരണമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് മോദിയുടെ വരവ് 2-3 തരത്തിൽ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു ഹിന്ദുത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്
3 സമുദ്രങ്ങൾ വന്ന് ചേരുന്ന കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഭാഗമായിരിക്കും ഒരുപക്ഷെ ചിന്തിച്ചിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം പൊളിറ്റിക്കലായിട്ട് വലിയ ചേഞ്ച് ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടാകും, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും അതിൽ കുറെ കൂടെ അടിവരയിടുന്നു അല്ലേ സാർ? അദ്ദേഹം അവിടെ ചെന്ന് ഇങ്ങനെ ഒരു തപസ് ഇരിക്കുന്നതിലൂടെ ഇന്ത്യ മഹാരാജ്യം, അതായത് ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യം അത് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്നുള്ള ഒരു അടിവരയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഇതിലൂടെ തന്നെ പറയുന്നത്. അല്ലത് BJP RSSും പറയുന്ന ഹിന്ദുത്വത്തിനെ മറ്റാളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്തത് വ്യത്യസ്തമായ തരത്തിലാണ്. അവരുടെ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു തരത്തിലാണ്. അതൊരു ദേശീയതയിൽ ഊന്നിയുള്ള ഒരു ഹിന്ദുത്വമാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എങ്കിലും ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് മുസ്ലിം വിശ്വാസത്തെയോ ക്രൈസ്തവ വിശ്വാസത്തെയോ മാറ്റില്ല. ഇല്ല, ഈ 10 വർഷം കൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അവരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് അതിനടുത്ത് അങ്ങനെ ഒരു വർഗീയമായ ഒരു നിലപാട് പിന്നെ നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരൊന്നും നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് 15 കോടി ആളുകൾക്ക് പിന്നെ വീട് വെച്ച് കൊടുത്തു. അത് ഹിന്ദുക്കൾക്കല്ല, എല്ലാവരും കൊടുത്തില്ലേ. പിന്നെ ഉജ്ജ്വല യോജന, ഗ്യാസ് കൊടുത്തു, പിന്നെ കംഫർട്ട് വീടുകളിലെ കക്കൂസ് എല്ലാവരും കൊടുത്തില്ലേ. പിന്നെ കർഷകർ അവർ കാണാത്തതാണെന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ ഇതൊക്കെ ആദ്യമായിട്ടാണ് ശൗചാലയമൊക്കെ ചെയ്തു കൊടുക്കുന്നത്, കാണുന്നത് എന്നൊക്കെയാണ് ഏഷ്യാനെറ്റ് ലേഖമാരൊക്കെ പോയി കണ്ട ശേഷമുള്ള ചർച്ചകളിലൊക്കെ അവർ പറയുന്നത്. സാർ പറയുന്ന ഈ ഗ്യാസ് കൊടുത്തത് ഈ ത്രിപുരയിലെ ഈ ഗവൺമെന്റ്, അവരുടെ BJP ഗവൺമെന്റ് വന്നപ്പോൾ റോഡ് ടാർ ചെയ്ത റോഡ് ആ പ്രദേശത്തെ ഗ്രാമീണർ കണ്ടിട്ടില്ല. ടാർ ചെയ്തു. ഇപ്പം താജ്മഹലൊക്കെ കാണാൻ പോകുന്ന ആളുകൾ ഇന്റീരിയർ വില്ലേജിൽ നിന്ന് ടാർ ചെയ്ത റോഡ് കാണാൻ വന്നെന്നാണ് പറയുന്നത്. അത്ര പിന്നോക്കാവസ്ഥയിലായിരുന്നു ഈ ത്രിപുരയിലൊക്കെ. ഈ ബംഗാളിൽ തന്നെയായിരുന്നു. ബംഗാളിൽ ഒരു വളർച്ച ഉണ്ടായില്ലല്ലോ. 20 കൊല്ലം ഭരിച്ച് 33 കൊല്ലം തുടർച്ചയായിട്ട് 33 കൊല്ലം ഭരിച്ചിട്ട് അതിനുശേഷം ഉണ്ടായ മാറ്റം അത് എനിക്ക് ഭരിച്ചത്. അതാണ് ഞാൻ ലോകം കണ്ട നല്ല ഒരു നേതാക്കളാണല്ലേ. അപ്പൊ സാർ നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ അങ്ങ് പോകാം സാർ. അതായത് നരേന്ദ്രമോദിയുടെ പിന്നെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ അദ്ദേഹത്തിൻ്റെ തപസ്, അദ്ദേഹം ഒരുപക്ഷെ ബംഗാൾ അവരിൽ BJP ഒരുപക്ഷെ ബംഗാൾ ഇലക്ഷൻ കൂടെ കണ്ടുകൊണ്ട് വിവേകാനന്ദൻ എന്ന് പറയുന്ന ബംഗാളിയെ ഓർമ്മിപ്പിച്ചു അദ്ദേഹം അവിടെ പോയി എന്നുള്ളത് തന്നെയാണ് സാറിനെ പോലെ ചരിത്ര ഗവേഷകർ അതിലൊരു പോയിന്റ് ഉണ്ട് എന്ന് സാറ് കണ്ടെത്തിയിരിക്കുന്നു. അത് എനിക്ക് ആദ്യമായി കിട്ടിയൊരു അറിവാണത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ പൊളിറ്റിക്കലായിട്ട് വരുന്ന ഒരു കാര്യം, മറ്റേ തരത്തിൽ പേഴ്സണലാണ്. ഒരാൾ ധ്യാനം ഇരിക്കുന്നത് പേഴ്സണലാണ്. പക്ഷേ ഈ ധ്യാനത്തിന് ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുത്തത് ഈ ഇന്ത്യ മുന്നണി തന്നെയാണ്. അവർ ഒരാൾ ധ്യാനം ഇരിക്കാൻ പാടില്ല, അമ്പലത്തിൽ പാടില്ല, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോലെ. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് ശരീരമാകെ ഭസ്മം പൂശിക്കൊണ്ട് പിന്നെ കേദർനാഥിലും ഈ ഹിന്ദുത്വ സ്നേഹം എന്ന് പറയുന്ന ഒരു പ്രകടനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ സാർ? അദ്ദേഹത്തിൻ്റെ ഈ ഇതിന് സാറ് തന്നെ പറഞ്ഞില്ലേ, ജാതിക്കാരുടെ ആദ്യം എടുത്തിട്ട് കളിച്ചത്, സമത്വത്തെക്കുറിച്ച് സംസാരിച്ചത്, CAA കുറിച്ച് ഇതൊക്കെ രാഹുൽ ഗാന്ധി. നമ്മൾ മറ്റൊരു ചർച്ചയിൽ നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞില്ലായിരുന്നു സാറല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് അതിന് വെറുതെ അല്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ സത്യത്തിന് ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ അജണ്ടയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ മുന്നോട്ട് വെച്ച അജണ്ടയിൽ പ്രധാനമായിട്ട് വികസനം തന്നെയാണ് പറഞ്ഞത്. മോദി ഗ്യാരണ്ടി അതാണ് പറഞ്ഞത്. അവിടെയാണ് തുടങ്ങുന്നത്. അത് ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെ ഗതി മാറ്റി വിട്ടത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞു ജാതി സെൻസസ് എടുക്കണം. അത് രാജ്യത്തിൽ ഇന്ത്യയിലെ ആളുകളൊക്കെ ഏതൊക്കെ ജാതിപ്പെട്ടവരാണെന്ന് എടുക്കണം എന്നുള്ളതാണ് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ അനിവാര്യത. ആനുകൂല്യങ്ങൾ കൊടുത്തോട്ടെ, അതല്ലല്ലോ പ്രശ്നം. ഏറ്റവും പ്രശ്നം അത് ഇപ്പോഴും കൊടുത്ത ആനുകൂല്യങ്ങൾ മാത്രമില്ല. അപ്പൊ ജാതി സെൻസസ് വേണം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് സംവരണം 73% ആക്കും. അതുപോലെ തന്നെ ഇപ്പൊ 10% ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ടവർ കിട്ടുന്നുണ്ട്, അത് നിർത്തലാക്കും. ഇതൊക്കെ കൊണ്ടുവന്നത് ഒരു ഡിവൈഡ്, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക. അതാണ് രാഹുൽ ഗാന്ധി ഇട്ട പദ്ധതി. അതിനെ ഫലപ്രദമായി നരേന്ദ്രമോദി കൗണ്ടർ ചെയ്തത് ഈ കാർഡ് കളിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് മതനിരപേക്ഷ സംവരണം കൊടുക്കാൻ നമ്മുടെ ഭരണഘടനയിൽ പ്രൊവിഷൻ ഇല്ല. അത് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് മൻമോഹൻ സിംഗിൻ്റെ 2008-9 ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇന്ത്യയിലെ സ്വത്തുക്കളുടെ ആദ്യത്തെ അവകാശികൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞാണ്. അദ്ദേഹം മനോരമയിലെ മോദിയെ വിമർശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ഡിനേ ചെയ്തിട്ടില്ല. കാരണം അത് റെക്കോർഡിലാണല്ലോ, റെക്കോർഡില്ലേ, അതില്ലെന്ന് പറയാൻ പോലല്ലോ. അതിൽ പിടിച്ചുകൊണ്ട് ഇതിനെ വർഗീയവൽക്കരിച്ച്
ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനൊരു ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ആദ്യത്തെ ചുവട് വെച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്, കോൺഗ്രസ് ആണ്. അവിടെ നിന്നാണ് പിന്നെ അതൊരു വടിയായിട്ട് മോദിയുടെ കയ്യിൽ കിട്ടി. അദ്ദേഹം ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ചു. അതിനാണ് വളരെ മനോഹരമായി ക്ലോസ് ഇപ്പോൾ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിന്റെ പണ്ടത്തെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മുന്നോക്കക്കാരുടെ വോട്ടാണ് കോൺഗ്രസിനുള്ളത്. പിന്നെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ആ വോട്ടൊക്കെ നഷ്ടപ്പെടുന്ന രംഗമായിരിക്കും. പോയി പകുതിയും പോയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂനപക്ഷമാണെങ്കിലും കോൺഗ്രസിൽ നിന്ന് അകന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. യു പി തന്നെ ആണെങ്കിൽ കോൺഗ്രസിനേക്കാൾ അവർ വിശ്വസിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ്, അല്ലെങ്കിൽ BSP ആണ്. ഇപ്പൊ കോൺഗ്രസിന് അത് കിട്ടുന്നില്ല. പിന്നെ കോൺഗ്രസിന് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഈ പിന്നെ ഠാക്കൂർമാര്, അതുപോലെ തന്നെ ബ്രാഹ്മിൻസ്, ഇവരൊക്കെ, അതായത് പിന്നെ രജപുത്ര, ഇങ്ങനെയുള്ള ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ടും കോൺഗ്രസ് നഷ്ടപ്പെടും. ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കോൺഗ്രസിന് നഷ്ടപ്പെടും. കോൺഗ്രസിന് വലിയൊരു നഷ്ടത്തിലേക്ക് വരാനാണ് ഞാൻ സാധ്യത കാണുന്നത്. എന്തായാലും സർ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കാം. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനമോ അതൊന്നും അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയും നരേന്ദ്രമോദിയും തിരികെ കാട്ടിക്കൊടുക്കുന്നത് എന്ന് നമുക്ക് കരുതാം, അല്ലേ സാർ? അങ്ങനെ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ പോളിസി BJPയുടെ കൂടുതൽ വളർച്ചയ്ക്ക് സഹായിക്കുകയുള്ളൂ. അല്ലാതെ BJPയെ ശരിക്കും വളർത്തുന്നത് BJP അല്ല. BJPക്ക് വളരാൻ കഴിയുന്ന ഒരു നേതൃത്വം ഇവിടെ ഇല്ല. അവർക്ക് അതിന് കഴിവുള്ള ആളുകളില്ല. പക്ഷേ ഈ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൻ്റെ ചുമതല എടുത്തിരിക്കുന്നത് LDFും UDFും ചേർന്നാണ്. അപ്പോൾ അവരുടെ ഈ പ്രീണനം തന്നെ ഒരു വളമായിക്കൊണ്ടിരിക്കുക BJP വളർന്നുകൊണ്ടിരിക്കുക.